പരിശുദ്ധമായ ഖുർആൻ പറയുകയാ സൂറത്തുൽ ലുഖ്മാൻ 5 കാര്യങ്ങൾ അല്ലാഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല ഈ ലോകത്ത്. ഒരു നബിക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഈ 5 കാര്യം. ഒന്ന്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? നബിയേ പറഞ്ഞു കൊടുക്കൂ, നബിയേ പറഞ്ഞു കൊടുക്കൂ, നബിയേ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ, എന്നോടും നേറ്റു പറയാ, എന്നോടൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങാറ് എന്നോട് പറയാ. പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, റഹീമാണ് നബിയേ. എത്ര വലിയ പാപം ചെയ്താലും പടച്ച റബ്ബ് പുറത്തു തരാൻ കഴിവുള്ളവരാ. അതുകൊണ്ട് പെങ്ങളെ അല്ലാഹുവോട് പറയടേ, അല്ലാഹുവോട് പറയടേ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഏതുവരെ സമയമുണ്ടെന്നറിയോ? ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിറു. ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് എത്തുന്ന സമയം വരെ, ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് എത്തുന്ന സമയം വരെ നിനക്ക് തൗബ ചെയ്യാ സമയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാളെ തൗബ ചെയ്യാ, നാളെ നന്നാകാ, നാളെ നന്നാകാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നേക്ക് മാറ്റിവെക്കുന്ന വാപ്പാ, മരണം എപ്പോഴാ വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. സമയം കിട്ടണമെന്നില്ലല്ലോ, തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ എഴുതി വെക്കണം, 6 കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ. അതിലെ ഒരു കാര്യം എന്തെന്നറിയോ? തൗബ ചെയ്യാതെ ഉറങ്ങല്ലേ, തൗബ ചെയ്യാതെ ഉറങ്ങരുത്. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മരണം പ്രവചിക്കാൻ ഇന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെന്ന് പറയാ ഒരാൾക്കും കഴിയില്ലല്ലോ. അടയാളം പറയാനല്ലേ കഴിയൂ. മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തെടുത്ത് നോക്കൂ. അല്ലാഹു പറയുകയാ, 5 രഹസ്യങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ, അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനും അത് അറിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ സൂറത്തുൽ ലുഖ്മാൻ 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല ഈ ലോകത്ത്. ഒരു നബിക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഈ 5 കാര്യം. ഒന്ന്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? ആർക്കാ പറയാൻ പറ്റുക? നമുക്കറിയാം, ഹദീസുകൾ എടുത്തു നോക്ക്. വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുന്നത്. അടയാളം പറയാനേ പറ്റൂ, വെള്ളിയാഴ്ചയാണെന്നേ പറയാൻ പറ്റൂ. ഏതു വർഷം, ഏതു മാസം, എത്രാമത്തെ വെള്ളിയാഴ്ച, അത് അല്ലാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, വയുനസ്സിലുൽ ഗൈസ, എപ്പോഴാ മഴ പെയ്യുക? മഴ എപ്പോഴാ പെയ്യ അത് അല്ലാഹ്ക്കേ അറിയൂ. പന്തലിട്ടിട്ട് വെറുതെ ഇരിക്കാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഴ എപ്പോഴാ പെയ്യ അത് അല്ലാഹ്ക്കേ അറിയത്തുള്ളൂ. എപ്പോഴാണ് മഴ പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ നോക്കികൾക്ക് അറിയത്തുള്ളൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയി നോക്കിക്കേ, ഓച്ചിറ വരെ പോയി നോക്കിക്കേ. പോകുന്നതിനിടയിൽ നമ്മുടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെ മഴ അല്ല കൊടുക്കണേ. ഇങ്ങോട്ട് കൊണ്ട് അങ്ങോട്ടുണ്ട്. അങ്ങനെ എടാ, മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ അല്ലാഹ്ക്ക് കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. 3,
അള്ളാന്റെ ഖുർആൻ പറയുന്നു വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ തലയുണ്ടോ, ആർക്കേ അറിയൂ? അള്ളാഹ്ക്കേ അറിയൂ. 3 മാസം കഴിഞ്ഞിട്ടല്ലേ, സ്കാൻ ചെയ്തിട്ടല്ലേ ഡോക്ടർക്ക് അറിയാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷമല്ലേ ഡോക്ടർ, അതിന് മുമ്പ് അറിയാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ശക്തിക്ക് പറ്റും ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാൻ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരു ജ്യോതിഷൻ, എന്താണ് ജ്യോതിഷം നോക്കുന്നതൊക്കെ എന്താ പറയാ, എന്താ പറയാ, കബഡി തിരക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ പറ. എടാ നിനക്ക് നാളെ, സിറാജിന് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ ഏതെങ്കിലും കബഡിക്ക് പറ്റുമോ? ഇപ്പൊ ഈ അടുത്ത് എവിടെയോ ഞാൻ കണ്ടു, ഇസ്ലാമിക ജ്യോതിശാലയിൽ. അല്ലാഹ് പറച്ചവനും കാലം പോയ പോക്കെ. നിന്റെ സമയം പറയാൻ ഈ ലോകത്ത് അള്ളാഹ്ക്കേ കഴിയത്തുള്ളൂ മോനെ. ഞാൻ പറഞ്ഞുതരാം നിന്റെ സമയം. എടാ ഈ സമയം നോക്കിയുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ. പടച്ചവനെ കൂടോത്ര ഉണ്ട്, മുട്ട കുഴിച്ചിട്ടു, തകിട് കുഴിച്ചിട്ടു, നിന്റെ തലയ്ക്കകത്ത് അത് കുഴിച്ചിട്ടു, ഇതും പറഞ്ഞുകൊണ്ട് നടക്കാം. ഉസ്താദെ വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ആകെ പ്രശ്നം ഉസ്താദ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ മുട്ടയും കുഴിച്ചിട്ട് നടക്കത്തേ ഉള്ളൂ നിന്റെ ജീവിതം, അതങ്ങനെ തന്നെ പോകും. അള്ളാഹയെ ഒന്നും ആർക്കും വിശ്വാസമില്ല. എടാ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഈ പൂജാരിമാരെയും ഇങ്ങനെയുള്ള ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ പോണ താത്താമാരൊക്കെ കേട്ടോ, 40 ദിവസം നിന്റെ ഇബാദത്തും നിന്റെ ദുആയിക്കും ഉത്തരമുണ്ടാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. കാണാൻ പോയാൽ മതി. സമയം നോക്കാൻ പോയിട്ടുണ്ടോ, 40 ദിവസത്തേക്ക് നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളത്തെ കാര്യം അല്ലാഹ്ക്ക് അറിയും. 5 എപ്പ എവിടെ വെച്ച് മരിക്കും, ഞാൻ എപ്പ എവിടെ വെച്ച് മരിക്കൂ എന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ അല്ലാഹു ആദരിച്ചവർ, അല്ലാഹു ബഹുമാനിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളങ്ങളുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളമുണ്ട്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് വളാഞ്ചേരിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. വലിയൊരു മഹാനായിരുന്നു, വലിയായിരുന്നു. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തനിക്ക് കൊടുക്കാനുള്ള അവസാനത്തെ കോളേജിന്റെ കടവും സർവ്വതും എഴുതി വെച്ചിട്ടാ പോയ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ് എന്ന് പറയും, വയനാട് പോകുന്നവർക്കറിയാം. കൊടുവള്ളിയിൽ പാറന്നൂർ സമസ്തയുടെ മുൻ ട്രഷററായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മകൻ, ഇന്ന് CM മക്കാമിൽ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ ഖതീബ്. ഒരു അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇവിടെ നിന്ന് പറയാ, ഒരു ദിവസം വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. ഇപ്പൊ ചോദിച്ചു, എന്താപ്പാ മക്കൾ ചോദിച്ചു, എന്തേ വാപ്പ കല്യാണം വല്ലതും ഉണ്ടോ, വീടൊക്കെ വൃത്തിയാക്കുന്നു? ചുമ്മാതി ചോദിച്ചു. നാളെ മനസ്സിലാകും. ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ സമസ്തയിലേക്ക് പോകണത്? എങ്ങോട്ട് പോട്ടെ. എന്റെ വൈഫിന്റെ പിതാവ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ സ്വന്തം വൈഫ് ഒരു ഉസ്താദ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ വീട്ടില് ബ്രോസ്റ്റർ വലിയ ഇഷ്ടമാണ്. ഇപ്പം 2 കിഡ്നിയും പോയ ആളാ. ഇവിടുന്ന് ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റാണ് പറഞ്ഞു, ആരോ ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ രോഗത്തിൽ വളരെ പ്രയാസത്തിൽ. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം ബ്രോസ്റ്റർ വേണം. അപ്പൊ പറഞ്ഞു, വയ്യ എനിക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് തിന്നു വാപ്പ. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടോ, എല്ല് തൊലിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ, എന്റെ വാപ്പ കുത്തി നടക്കുന്ന ഒരു കമ്പ ഉപ്പായും കുത്തി നടന്നിരുന്നു. ഇത് 3-4 ദിവസം കഴിയുമ്പോൾ നീ എടുത്തോളാൻ പറഞ്ഞു. എന്റെ മോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ അടുത്ത വക്കത്തിന് മുമ്പ് നീ ഉണ്ടെങ്കിൽ കബറടക്കിയേക്കണം. ഇപ്പോഴും പറയുമായിരുന്നു, കടുവാപ്പള്ളിക്ക് പോയിട്ട് കഫൻ തുണി വാങ്ങണം. കാരണം വീടിനവിടെയുള്ള കടകളിലുള്ള കഫൻ തുണിക്ക് നീളം കുറവാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ബൈക്ക് എടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിൽ മോന്റെ കൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയി. പതിവില്ലാതെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം, ലോക്ക്ഡൌണിന്റെ സമയമാണ്. ഇപ്പൊ ചോദിച്ചു, എന്തിനാ? നീ പോയി എടുത്തിട്ട് വാ. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞ അന്ന് വഴക്ക. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു, പോയി പഠിച്ചിട്ട് വരാൻ. എത്ര രൂപ വേണം? പോയി 10,000 രൂപ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തിനാ 10,000 രൂപ? പോയി എടുത്തിട്ട് വാ. അന്ന് ബാങ്കിൽ പോയി 10,000 രൂപ എടുത്തിട്ട് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയതാണ്. അന്ന് 10,000 രൂപ എന്തിനാ എടുപ്പിച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി, അദ്ദേഹത്തിന്റെ മയ്യത്തുമായി മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. പതിവില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇരിക്കാൻ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു.
അല്ലാഹുവേ പോയി കുളിച്ചു, ഒളുവെടുത്തു, തിരിച്ചു കയറി വന്ന വരക്കവ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ. സത്യം പറഞ്ഞാൽ ഞാൻ പത്തനാപുരത്ത് വൈഫുമായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ചുമ്മാ പറഞ്ഞു, മോനെ വാപ്പായ്ക്ക് വയ്യ, പെട്ടെന്ന് വരാൻ. ളുഹറിന് അസറിന്റെ തൊട്ടു മുമ്പ് മരിച്ചു. മഗ്രിബിന് ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ മയ്യത്തെടുത്തു. കാരണം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത വഖത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ മരണം അടുക്കുമ്പോൾ അറിയാം. സമയമറിയില്ലെങ്കിലും അടയാളങ്ങൾ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മരണം അറിയണമെങ്കിലും നിങ്ങളുടെ പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെയും മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പറ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് അടയാളമുണ്ട്, ഇല്ല എന്നാരും പറയരുത്. മരണത്തിന് അടയാളമുണ്ട്. 3 അടയാളങ്ങളാ മുഫസ്സിരീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര അടയാളം? ഒന്നാമത്തെ അടയാളം എന്താ? സിയാദക്കായ്ക്ക് സമയമായിട്ടുണ്ട്. നിങ്ങൾ ബിരിയാണി കടയില്ലേ? നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്. പള്ളിയിലെ ഹത്തീബിന് സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ആയിട്ടുണ്ട്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കയില്ലേ? നിങ്ങൾ ചിരിക്ക. നീ നാളെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ, നിനക്കും പോകാൻ സമയമായിട്ടുണ്ട്. മരണം അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയൂ? ബയാദു ശൈരിക ബഅദ സവാദി. തലയിലും താടിയിലെയും മുടിയിലെ ഏതെങ്കിലും ഒരെണ്ണം നരച്ചിട്ടുണ്ടെങ്കിൽ, തലമുടിയും താടിയൊക്കെ നോക്കണം, മുടി നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ കഫൻ തുണി. പറ്റുമെങ്കിൽ നീ തന്നെ പോയി കുഴിച്ചോ, പള്ളിയിൽ ഒരു കുഴി നിന്നെ കുഴിച്ചിടാനുള്ളത്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എത്ര മുടി നരയ്ക്കണം? ഒരെണ്ണം. നീ തെരഞ്ഞു നോക്കണം കറുത്തത് എവിടെങ്കിലും ഉണ്ടോ. കാരണം സർവ്വതും നരച്ചു. 50-60 വയസ്സുള്ള വാപ്പ ക്ലീൻ ഷേവ. എന്തിനാ ഉപ്പ ഷേവ് ചെയ്തിരിക്കണേ? അത് നരച്ചതിട്ടുണ്ടൊക്കെ ആലോചിക്കുക. പെയിന്റ് അടിച്ചിട്ട് നടക്കല്ലേ പലരും. എന്തേ ഉപ്പ നീ ചിന്തിക്കാത്തത്? അടയാളം വന്നില്ലേ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നിനക്കൊരു ജോലിയുണ്ട്. എന്താ ജോലി? ഞാൻ ചിരിക്കുന്നത് കണ്ടാ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉമറെ മരിക്കൂ എന്ന് പറയാൻ. അത്രേ ഉള്ളൂ. ജോലിക്ക് നിർത്തി. ഞാൻ മരിക്കൂ എന്ന് പറയാൻ വേണ്ടി തന്നെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറയാ, എന്നാ നിനക്ക് തരാനുള്ള ശമ്പളമൊക്കെ ഇതാ, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? അല്ല, നിന്റെ ജോലി മരണത്തെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വേണ്ട. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇതെന്നെ ഓർമ്മപ്പെടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ 17 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നല്ലോ വഫാത്താകുമ്പോൾ. 17 മുടി. നമ്മൾ ചിന്തിക്ക്, നമ്മുടെ സർവ്വതും നരച്ചു വാപ്പ റളിയല്ലാഹു തആല അൻഹു. അത്രയും വലിയ സാധാരണ ആളൊന്നുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഉമറിനെ കുറിച്ച് പഠിക്കണമെന്നാണ്. ഉമർ റളിയല്ലാഹു. ഇന്ന് ഞാൻ പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ പരിപാലന സമിതിക്കൊക്കെ പഠിക്കാൻ, പള്ളി പരിപാലിക്കുന്നവരൊക്കെ പഠിക്കണം. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവർ മുഴുവനും പഠിക്കേണ്ട ചരിത്രം ഉമർ തങ്ങളുടെ ചരിത്രമാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക, അങ്ങനെ തന്നെ പറയാം, അങ്ങനെ ചിന്തിക്ക്. കമ്മിറ്റി ഓഫീസിനകത്ത് ഉമർ തങ്ങൾ ഇരിക്കുമ്പോൾ ഒരാള് കടന്നു വന്നു, കുടുംബക്കാരനാ. ഒരാള് കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിരുന്നപ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചുകളഞ്ഞു ഉമർ തങ്ങൾ. താൻ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. അപ്പൊ ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, എന്തിനാ അപ്പൊ ഈ വിളക്കണച്ച്? അപ്പൊ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാ. ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാ. ഇത് പൊതുജനങ്ങളുടേതാണ്. നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ച ഈ എണ്ണയുടെ കണക്ക് ഞാൻ അള്ളാഹിനോട് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറന്ന കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇത് പഠിക്കണ്ടേ? ഉമർ തങ്ങളുടെ മകൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പോ എണ്ണ തേച്ചിരിക്കുന്ന തലയിൽ. ഉമർ തങ്ങളുടെ മകന്റെ തലയിൽ എണ്ണ കണ്ടപ്പോ വാപ്പ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയിടാ? ഇത് എവിടുന്ന് കിട്ടി? പാപ്പ ജനങ്ങൾക്ക് സെയ്ത്തെണ്ണ കൊടുത്തപ്പോ, റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കൂല്ലേ, അങ്ങനെ കരുത്. സെയ്ത്തെണ്ണ ജനങ്ങൾക്ക് കോരി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇത്തിരി ആയി. അവസാനം ആ പാത്രത്തിലും കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്നു. അത് തലയിൽ തുടച്ചതാ വാപ്പ. ആ കയ്യിലായ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. ഉമർ തങ്ങൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുക,
അല്ലാഹുവേ ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ. അന്ന് വീട്ടിലേക്ക് എടുത്ത എണ്ണ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പകരം ഇത് കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്കാൻ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആലിക്കഥ ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ തല്ലുകൂടുകയാണ്. ഉമ്മ പറയുന്നു പാലിൽ വെള്ളം ഒഴിക്കാൻ. അപ്പോ ഞാൻ ഒഴിക്കൂല, ഉമർ തങ്ങൾ ഇസ്ലാം, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഉമ്മ ചോദിച്ചു, ഉമർ ഇത് കാണുന്നില്ലല്ലോ, നമ്മുടെ വീടിനകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കണത് ഉമർ എങ്ങനെ അറിയാനാ? ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്ക. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഉമർ എങ്ങനെ അറിയാനാ, ഉമർ കാണുന്നില്ലല്ലോ, നീ ഒഴിക്കാൻ. ഉമ്മ, ഉമർ കണ്ടില്ലെങ്കിൽ അള്ള കാണുന്നുണ്ടല്ലോ, അള്ള കാണുന്നുണ്ടല്ലോ ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിൽ വന്ന് എന്തിനെന്നറിയോ? ആ പെണ്ണിനെ പെണ്ണിയോദിക്കാനാ വന്നത്, എന്റെ പൊന്നുമോനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ വന്നിട്ട് പറയാ, എന്റെ മകനെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കണം ആ പെണ്ണ്. കാരണം എന്ത്? ദീൻ, അള്ളാഹിനെ പേടി. 2 ദിവസം മുമ്പ് കാസർഗോഡ് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി 125 പവനുമായിട്ട്. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ, കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. ഒക്കെ പോണെങ്കിൽ നേരത്തെ പോരായിരുന്നു. കല്യാണത്തിന് മുമ്പ് പോയാൽ 125 പവൻ കിട്ടില്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വളരെ ഐഡിയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അള്ള കരുണയുള്ളവനാ. പറഞ്ഞാൽ മതി, പുറത്തുതരും. അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. പക്ഷെ എങ്ങനെ പറയണം, എങ്ങനാ തൗബ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യാറുണ്ട്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ളാഹ് പുറത്ത്, അള്ള ഇതന്നെ നമ്മൾ പറയുന്നുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അതിന് നിലവിളിക്കൊന്നും വേണ്ട. ഒരു ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഒരു ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട്, അല്ലാ എന്റെ പാപം അയ്യോ വിളിച്ചു കൂവല, പടച്ചോനെ 4 പേര് കേൾക്കണ്ടേ, വിളിച്ചു കൂവ. ഒരു സഹാബി എടുത്ത് പറഞ്ഞു, ആ ചങ്ങാതി എടുത്ത് പോയിട്ട് പറയാൻ, അവൻ വിളിക്കണ അള്ളാഹിക്ക് ചെവി കേൾക്കുമെന്ന് പോയി പറയാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിലവിളിയിലൊന്നും കാര്യമില്ല സഹോദര. നിലവിളിയോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകലോ അല്ല, പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടെ. സുബ്ഹാനല്ലാഹ്, 11 മണി കഴിഞ്ഞു റബ്ബേ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. എത്ര മണിയായി? നിങ്ങൾ എന്താ മിണ്ടാഞ്ഞ്? 11 മണിയായിട്ട് നിങ്ങളാരും മിണ്ടിയില്ലല്ലോ. പടച്ചവനെ, അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിന്റെ പേരില. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. എനിക്ക് തല്ലുകൊല്ലാൻ വയ്യ അള്ളാഹ് അടുത്തുനിന്ന്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് പറഞ്ഞ് ഈ ഒരെണ്ണം പറഞ്ഞങ്ങ് നിർത്താം. ഒരു 15 മിനിറ്റ് ഇരിക്കുമോ? കൈപൊക്കി പഠിച്ച. ഇവിടെ പിരിവുണ്ടോ പ്രസിഡന്റ്? പിരിവുണ്ടോ? പിരിവുണ്ടോ? പേടിക്കണ്ട, ആരും എഴുന്നേറ്റ് പോകണ്ട, ഞാൻ പിരിക്കാനൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രസിഡന്റിന് വലിയൊരു ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയണം ഈ സ്ഥലത്ത്. അൽഹംദുലില്ലാഹ്, നിങ്ങളോട് പൈസ വെച്ചാൽ എനിക്ക് സങ്കടം തോന്നും. കാരണം ഓരോ മനുഷ്യന്റെ വീട്ടിൽ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയാണ്, ആ പള്ളിയുടെ പിരിവിന് വേണ്ടി പോകുമ്പോൾ ഓരോ പണക്കാരന്മാർ പറയുന്ന സങ്കടം കേൾക്കുമ്പോൾ പാവ അങ്ങോട്ട് 500 കൊടുക്കാനാ തോന്നണേ. ഓന്റെ വീടിന്റെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കാറ്, കുറച്ചൊരു എത്ര വണ്ടിയെന്നറിയോ, കോടികളുടെ വീട് വെച്ചിട്ടുണ്ട്. ഓനിങ്ങനെ പറയാ, കച്ചവടമില്ല, കൊറോണയാണ്, ആകെ പ്രയാസമാണ്, പടച്ചവനെ പാവപ്പെട്ടവന്റെ വീടിന്റെ അലമാരിക്കകത്ത് 10 ലക്ഷം ഇരിപ്പുണ്ട്. അവനാ പറയണ, ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ, നിന്നെ അള്ളാഹ് ഒന്നും ഇല്ലാതാക്കി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട്, എന്താ അപ്പൊ എനിക്ക് ഇത്തിരി ഗ്ലാമർ കൂടിയോ സൗന്ദര്യം കൂടിയോ എന്ന് നമ്മൾ പോലും പറയരുതെന്ന. നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മൾ പോലും അങ്ങനെ പറയരുതെന്ന. കാരണം നിന്റെ നാവും നിന്റെ കണ്ണിന്റെയും വില എന്താന്ന് ആർക്കറിയാനാ? ചില ആൾക്കാര് വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊല ഇങ്ങനെ കൊലച്ചു നിൽക്കുക. എന്തൊരു കൊലയാ അല്ലാഹ് ഇത്. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഉരിയപ്പോ ഒരു സഹാബി പറഞ്ഞു, എന്തൊരു ആരോഗ്യ അല്ലാഹ്, നല്ല ബോഡിയാന്ന് പറയില്ലേ, എന്താ ബോഡിയാ അല്ലാഹ്. ചക്ക വെട്ടിയിട്ടതുപോലെ ഈ സഹാബി താഴെ വീണു. ഇങ്ങനെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ താഴെ വീണു. അവസാനം പൊക്കിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്ത വെള്ളം അങ്ങോട്ട് കുടഞ്ഞപ്പോ ഈ ചങ്ങാതിക്ക് ബോധം വന്നു. അപ്പോഴാ പറഞ്ഞേ, അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പടച്ചവനെ വല്ലാത്തതാ.
വല്ലാത്ത അനുഭവമാണ് എനിക്കറിയുന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വേറൊരാളുടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ഉസ്താദ് ഏത് വണ്ടി എടുത്താലും ആരെങ്കിലും കൊണ്ടിരിക്കുമെന്ന്. ഞാനിങ്ങനെ വരുമ്പോ എൻ്റെ ജീവിതത്തിൽ വണ്ടി ഓടിച്ച് വരുമ്പോ, കാരണം അന്ന് എവിടെയോ അത്യാവശ്യമായിട്ട് എത്തണം, അപ്പൊ അങ്ങ് കാസർഗോഡ് നിന്ന് വരും. അപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഈ ഉസ്താദ് എന്ന് വണ്ടി എടുത്താൽ ആ വേറൊരു ഉസ്താദിന്റെ വണ്ടി ഓടിക്കണം, ആ ഉസ്താദിന്റെ വണ്ടി ആദ്യം എടുത്തോണ്ട് പോകുമ്പോ ആരെങ്കിലും കൊണ്ടിടിക്കും, അതുകൊണ്ടൊന്ന് പതുക്കെ പോണ ഉസ്താദ് സൂക്ഷിക്കണേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മതിൽ മറിച്ച് കളഞ്ഞു. എത്ര ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് എങ്ങനെ ഇടിച്ചത്. പിന്നെ പാതിരാത്രി ആയതുകൊണ്ട് എല്ലാവരും കൂടെ വണ്ടി പൊക്കി ബിസ്മില്ലാ പോയി, അത് പോട്ടെ. അന്ന് ഞാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരന്റെ നാവ് സൂക്ഷിക്കണമെന്ന്. അവനൊരു പുതിയ കട തുടങ്ങിയിട്ട് കടയ്ക്കകത്ത് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, എന്തോ ഇതെങ്ങാനും താഴെ വീണ് പൊട്ടിയ ഭയങ്കര നഷ്ടമാണെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് താഴെ വീണ് പൊട്ടി. ആ ചങ്ങാതി അപ്പോഴെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ചിലരുടെ, ഞാൻ അവനെ കുറ്റം പറഞ്ഞല്ല, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കണ്ണേറ് സൂക്ഷിക്കണമെന്ന്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ഞാൻ ഒരിക്കൽ രാവിലെ സുബഹിക്ക് ഉസ്താദിന്റെ അടുക്ക പോയി. അപ്പൊ ഒരു ഉസ്താദ് തന്റെ മകനുമായിട്ട് അടുത്തു വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദെ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദ്, ദുആ ചെയ്യ്. പാപ്പയാ പറയണേ, ഉസ്താദ് ഇവന് ഭയങ്കര കുരുത്തക്കേടാണ്, ഒന്ന് ദുആ ചെയ്യ് ഉസ്താദെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. വാപ്പ തന്റെ നാവ് കൊണ്ട് ഇവൻ കുരുത്തം കെട്ടവനായി, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുമ്പോ അള്ളാന്റെ മലക്ക് ആമീൻ പറഞ്ഞ അവൻ അങ്ങനെ ആയിപ്പോവും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ പറയണത്, നമ്മൾ മോനെ വിളിക്കണേ എടാ ശൈത്താനേന്നാ, നമ്മളെ ശൈത്താനേന്ന് വിളിക്കണേ. നിങ്ങൾ ചിന്തിക്ക് സഹോദര, ഞാൻ പറഞ്ഞത് കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് പറയുമ്പോ ആ മലക്കെങ്ങാണ് ആമീൻ പറഞ്ഞാൽ ഇല്ലാതായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യുമ്പോ ഒരുപാട് പറയണമെന്നില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പറയുന്നത് ഇഖ്ലാസ് വേണം. പറയുന്നത് ചെറുതാണെങ്കിലും അതിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ പടച്ചവനെ തൗബ സ്വീകരിക്കുകയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. നബിയേ, വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്, മഴയില്ലാത്തത് കാരണം കുടിക്കാൻ വെള്ളമില്ല നബിയേ, വല്ലാത്ത ക്ഷാമമാണ് നബിയേ, വലിയ പ്രയാസമാണ് നബിയേ, മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്. എല്ലാവരും മൂസാ നബിയുടെ മുന്നിൽ വന്ന് പറയുകയാ. മൂസാ നബി പറഞ്ഞു, ജനങ്ങൾ മുഴുവനും ഒരു ദിവസം ഒരുമിച്ചുകൂടാ. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പിരിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പടച്ചവനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000 പേരുണ്ടായിരുന്നു. 70,000 പേരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. അല്ലാഹ് മഴ തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, മൂസാ നബി ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. പിന്നെയും ദുആ ചെയ്തു, മഴ തരണേ അല്ലാഹ്. അതാ മറുപടി വരുന്നു. മുഖറബുൽ അമുലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മൂസാ നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ, അല്ലാഹു ദുആ സ്വീകരിക്കില്ല നബിയേ. കാരണമെന്തെന്നറിയുമോ? അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലോ 40 കൊല്ലമായിട്ട് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് നബിയേ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ അല്ലാഹു തരില്ല നബിയേ.
മൂസാ നബിയുടെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനസാഗരം, അതിനകത്ത് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. അല്ലാഹുവേ, മൂസാ നബി അവിടെ നിന്ന് പറയുകയാ, ജനങ്ങൾ മുഴുവനും നോക്കുന്നു, ആരാ? പടച്ചവനെ മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരാ? അല്ലാഹനെ ധിക്കരിച്ചു നടക്കുന്ന ഈ മനുഷ്യനാരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പടച്ചവനേ, 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനും അത് കേൾക്കുകയാ. അവന് ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാനിപ്പോ എഴുന്നേറ്റ് പോയാൽ നാട്ടുകാര് മുഴുവനും എന്നെ അറിയുമല്ലോ അല്ലാ, നാണം കെടുമല്ലോ അല്ലാ. എഴുന്നേറ്റ് പോകാതിരുന്ന മഴ അല്ലാഹു തരില്ലല്ലോ. ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുകയാണ്, ചെയ്തു പോയതോർത്തിട്ട് അവിടെ ഇരുന്ന് വേദനിക്കുകയാ. ആരും കാണാതെ അവിടെ ഇരുന്ന് കൊണ്ട് 2 കാലിന്റെ മുട്ടിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. തന്റെ തലയുണ്ടല്ലോ മുട്ടിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ അവിടെ ഇരുന്ന് കൊണ്ട് വിളിക്കുന്നു, അല്ലാ, പടച്ചറപ്പേ, ചെയ്തത് മുഴുവനും പാപമാണ്, ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ്. പടച്ചവനെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. ചെയ്ത പാപങ്ങൾ മുഴുവനും ഞാൻ അംഗീകരിക്കുകയാണ് അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവരോട് പറയുകയാ, അവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, നാഥാ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാ. ആകാശത്തിന്റെ വിരിമാറിലേക്ക് പടച്ചവനെ കാർമേഘം കടന്നു വരികയാണ്. ജനങ്ങൾക്ക് വലിയ സന്തോഷമായി ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടുകയാ. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാഹുവേ, മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തല്ലോ അല്ലാ. ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാ. പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? ആ സമയത്ത് പറയുന്നു, മൂസാ നബിയേ, ആ മനുഷ്യൻ അവിടെ നിന്ന് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാഹ് മഴ കൊടുത്തതാണ് നബിയേ. ഇതിനാണ് വാപ്പാ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് പെങ്ങളെ തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം. അതുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, വെറുതെ തൗബ ചെയ്താ പോരാ, വെറുതെ പറഞ്ഞാ പോരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിലവിളിക്കണമെന്നോ ദുആ ചെയ്യണമെന്നോ പറയുന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറയൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹ് മതി വാപ്പാ. അല്ലാതെ കയ്യിലെ തസ്ബീഹ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരാ. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് മതി ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ പറയാം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആമിന സുഖാനോടി വീട്ടിലൊക്കെ എല്ലാവർക്കും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെന്താടി ഇങ്ങനത്തെ പറച്ചിലല്ല, ഇങ്ങനത്തെ പറച്ചിലല്ല. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും. പണ്ടൊരു ഉസ്താദ് വയല് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ ഞാനിങ്ങനെ അന്യ പെണ്ണുങ്ങളൊക്കെ കാണുന്നു ഉസ്താദെ, പെണ്ണുങ്ങളുടെ ഔറത്തൊക്കെ കാണുന്നു, റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരിക, വസ്ത്രം ഔറത്ത് മറയ്ക്കാതെ എന്ത് ചെയ്യണം? ഉസ്താദ് പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. പിറ്റേ ദിവസം ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ എല്ലാവരും ചോദിച്ചു എവിടെയാടാ പെണ്ണെന്ന്. കാരണം എന്ത്? അതാണ് നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് നമ്മളതൊക്കെ അങ്ങനെ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് തൗബയാണ്. ഇത് പറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞേ. ഓരോ ദിവസത്തിലും 100 വട്ടം. നീ 100 പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10 എണ്ണമെങ്കിലും പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. മരണം വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ചു ഒരുങ്ങിയിരിക്കണം. പണ്ടൊരു മനുഷ്യന്റെ മരണം എടുത്തപ്പോ ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹവും സാധിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന്. നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ 40 കൊല്ലമായി അസ്റായിലെ ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കാൻ ഞാൻ. എനിക്ക് ഒരാഗ്രഹമില്ല, നീ പിടിച്ചോളാം. ഒന്ന് ആലോചിക്കുക സഹോദര, ഇതിനല്ലേ മരണമെന്ന് പറയുന്നത്. നമുക്ക് മരിക്കാൻ പേടിയാ, നമുക്ക് മരിക്കാൻ പേടിയാ. 2 ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്ത് വയലിന് പോയി. മംഗലാപുരത്ത് വയലിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരന്റെ വാപ്പ സുജൂദി നിസ്കരിച്ചപ്പോഴാണ് മരിച്ചത്. നിസ്കരിച്ച് കിടന്നപ്പോൾ മരിച്ചു. 30-40 വർഷക്കാലം പള്ളിയിലെ ഖതീബായിരുന്നു. മംഗലാപുരത്ത് വയലിന് പോയൊരു പള്ളിയിൽ ആ ഉസ്താദ് സുജൂദി കിടന്നിട്ടാ വാപ്പ മരിച്ചേ. എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരുമല്ലോ വാപ്പ. എന്തുണ്ട് ജീവിതത്തിൽ, എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? കൊറോണ വന്നിട്ട് 36 വയസ്സുള്ള ഒരു മനുഷ്യൻ, 36 വയസ്സുള്ള ഒരു ഉസ്താദ്, പടച്ചവനെ കൊറോണ വന്നിട്ട് അവസാനം ഡോക്ടർമാരും മരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞപ്പോ കരയ. അദ്ദേഹം കിടന്ന് കരയുമ്പോ അമുസ്ലിമായ ഡോക്ടർ അടുത്തുപോയി. 2 മക്കളാ സാധുവിന്, 2 മക്കളുണ്ട് ആ പാവപ്പെട്ടവന്. അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ വിചാരിച്ചു മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് കരയായിരിക്കും. അടുത്തുപോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു. എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ മാക്സിമം നോക്കി, പറ്റത്തില്ല, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കരയുന്നത് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ കുറിച്ച് ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്നോർത്തിട്ടാ. ഈ 36-ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, വെറും കൈയോടെ പോകണമല്ലോ. 40-ഉം 50-ഉം 60-ഉം വയസ്സുള്ള വാപ്പ, നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ നീ ഇന്ന് രാത്രി മരിച്ച നെഞ്ചത്ത് കൈവച്ച് നോക്കുക, വാപ്പ രക്ഷപ്പെടുവോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എല്ലാം ഇങ്ങനെ നടക്ക, കുറെ തിരിഞ്ഞും സുഖിച്ചും പണമുണ്ടാക്കി ഇങ്ങനെ നടക്ക. എന്തിനാ ഉപ്പ? ആർക്ക് വേണ്ടിയാ? എന്ത് നേട്ടം നിനക്ക്? നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം, നിന്റെ മക്കൾ ഉണ്ടാകില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ മക്കൾക്കറിയൂ? ഇല്ല, അതിനും വേറെ ആള് വേണം. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദെ ഞാൻ നിസ്കരിക്കാം, ഇതെന്റെ ഉപ്പയാ, ഇതെന്റെ ഉമ്മയാ, നിങ്ങൾ പുറകെ നിൽക്കുന്ന പറയാൻ നിന്റെ മോന് ധൈര്യമുണ്ടോ? 4 തക്ബീർ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയേണ്ട ദുആയും ദിക്റും പോലും നിന്റെ മോൻ അറിയില്ലല്ലോ. പാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് തെറ്റാതെ ഒരു യാസീൻ ഓതാൻ, കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയോ വാപ്പ? അല്ലാഹുവേ, നമ്മൾ ചിന്തിക്കണം. പല ഖബർസാനുകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടിഞ്ഞു കിടക്ക പല ഖബറുകളും സങ്കടം തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ഉപ്പാടെ ഖബറിലേക്ക് ഞാൻ പോകുമ്പോൾ, ഞാനൊന്നുമില്ല, വല്ലപ്പോഴും പത്തനാപുരത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ ഖബറിൽ പോകും. പള്ളിയുടെ പുറകിലൊരു ഗേറ്റ് ഉണ്ട്, പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞ എത്രയോ ഖബറുകൾ ഇടിഞ്ഞു കിടക്കുന്നറിയോ? ആ കാട് പോലും ഒന്ന് പറിച്ചു മാറ്റാൻ. ഞാനപ്പോ ചിന്തിക്കുന്നത് ആരും പോണില്ല എന്ന.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതം. എന്തേ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയി ആരാപ്പാ പോണേ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ? വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദ് സലാം വീട്ടുമ്പോൾ സലാത്ത് പറയണത് റോഡിൽ നിന്നിട്ട് ആരാ പോവാ? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം എന്നറിയില്ല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുന്നതിലൊരു അന്തസ്സുണ്ട് വാപ്പ. ചിലര് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കും, അത് പറഞ്ഞിട്ട് മരിക്കും. മറ്റു ചിലര് ഷഹാദത്ത് കലിമ ഓർമ്മയോടുകൂടി പറഞ്ഞിട്ട് മരിക്കും. മറ്റു ചിലര് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കും. മറ്റു ചിലര് അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ, അത് വായിച്ചിട്ട് മരിക്കുന്ന. എന്റെ ഉപ്പ മരണത്തെക്കുറിച്ച് നമ്മൾ ആരും ഓർക്കാത്തത്? മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എത്ര മയ്യത്ത് കണ്ടു വാപ്പ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരാ കരയ? എടാ, ദുആ ചെയ്യുന്ന സമയത്ത് കരയടാ. അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തപ്പോ ചെയ്യുന്ന പാപങ്ങൾ, ചെയ്തു പോയ പാപങ്ങൾ, കള്ളുകുടിച്ചത്, വ്യഭിചരിച്ചത്, അല്ലാഹുവേ ഈ പ്രായത്തിൽ എത്ര പാപം ചെയ്തു റബ്ബേ. ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ ഒന്ന് നിനക്ക് കരച്ചില് വരുന്നില്ലേ? നീ അഭിനയിക്ക്. കരയുന്നവനെ പോലെ നീ ഒന്ന് അഭിനയിക്ക്. അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യല്ലോ. നമ്മൾ ആരെ തോപ്പിക്കാനാ നെഞ്ചും വിരിച്ചിങ്ങനെ നടക്കണ? എന്ത് നേടാനാ ഉപ്പ? എന്തിനാ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ആസ്വദിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് തീരാനുള്ളതല്ലേ ഉള്ളത്? ഒന്ന് വീണാ പോരെ മോനെ. അപ്പൊ നിന്റെ ഈ വാശയും വൈരാഗ്യവും ഈ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനും? നമ്മൾ പരസ്പരം ശത്രുക്കളാ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ. ചിരിക്കുമ്പോഴും ഉള്ളിൽ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്താ മനുഷ്യ? എടാ, ഒരു പൊരുത്തം ചോദിക്കാൻ പോലും നിനക്കൊന്നും സമയം കിട്ടില്ല. ഒന്ന് പൊരുത്തപ്പെട്ടതാ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ച് നാട്ടുകാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നറിയും? പച്ച ഇറച്ചി തിന്ന, നടന്ന് തിന്ന. മനുഷ്യന്മാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നറിയോ? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ച മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്ത ചരിത്രം പറയുമ്പോൾ ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബിയെ, അല്ല ഇവന് പുറത്തു കൊടുക്കോ? ഇവൻ മയ്യത്തിനെ വ്യഭിചരിച്ചവൻ അല്ല ഇവന് പുറത്തു കൊടുക്കോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല ഇവന് പുറത്തു കൊടുക്കും, പക്ഷെ ഇവനെക്കാളും പാപിയുണ്ട്. ഇവനെക്കാളും വലിയ പാപിയുണ്ട്. ആരാ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്ന. ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാതെ നീ എന്തിനാടാ പറയണേ? നിനക്ക് എന്ത് അധികാരമുള്ള? ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീ ആരാ പറയാൻ? ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അല്ല എന്നോടല്ലേ ചോദിക്കാൻ, നിന്നോട് ചോദിക്കില്ലല്ലോ. ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ന്യായം, ഉസ്താദെ അവൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു. അവൻ ചെയ്തത് പറയാൻ നിനക്കെന്ത് അവകാശപ്പെടാ? ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാഴ്ന്നു നിർത്തുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ, അവിടെ ഇവിടെ ഇരുന്നിട്ട് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അപവാദം പറയുന്നവർ, ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുന്നവര് കേട്ടോ, ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു നിങ്ങൾ എല്ലാം അറിഞ്ഞെന്ന് സങ്കല്പിക്കാം. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി, ഞാൻ അള്ളാന്റെ മുന്നിൽ പടച്ചവൻ എനിക്ക് പുറത്തുതായി എന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചു ഞാൻ മടങ്ങി. പിന്നീട് എന്തെങ്കിലും ഞാൻ ഈ നാട്ടിൽ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ആ ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ എന്നെ കളിയാക്കിയാൽ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കള്ള എന്ന് വിളിച്ച, ഇവന് പണ്ടിവിടെ പെണ്ണ് പിടിക്കാൻ പോയപ്പോ പിടിച്ചവനാടാ, ഇവൻ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, വല്ലാഹി നീ എഴുതി വെച്ചോ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാരി പിടിച്ച് കെട്ടിയിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഹദീസാ, ഞാൻ വെറുതെ പറഞ്ഞല്ല. സംശയമുള്ളവർ എന്റെ ഫോൺ നമ്പർ മേടിച്ചാൽ മതി, സിയാദ് അടുത്തുണ്ട്. ഹദീസ് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാ. എടാ, ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്നെ നീ കളിയാക്കുമ്പോ നീ ഓർത്തോ, നിന്നെയും പിടിക്കും ഒരു ദിവസം. ആ വേദന നീയും അറിയും, നിന്നെയും നാട്ടുകാരി പിടിക്കും. ഞാൻ 4 പേരുടെ മുന്നിൽ നാറിയ, നീ 40 പേരുടെ മുന്നിൽ അല്ല നിനക്കത് കാണിച്ചു തരും. നീ മരിക്കുന്നതിന് മുമ്പ് നീ അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിന് പള്ളിയിലെ ഖതീബാകണമെന്നില്ല, പ്രവാചകനാകണമെന്നില്ല, ഹാജിയാരാവണമെന്നില്ല, കമ്മിറ്റിക്കാരൻ, സാധാരണ കട്ടം പിടി വലിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും നീ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ജീവിതത്തിൽ അനുഭവിക്കും. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ആ വേദന നമ്മൾ അറിയണം. നീ കഅബാലയത്തിൽ പോയിട്ട് ഹജ്ജിന് പോയിട്ട് ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച നിന്റെ പാപം അല്ലാഹു പൊറുക്കൂല.
പള്ളിയിലെ ഖത്തീബിനെ കുറിച്ച് പറഞ്ഞാൽ നീ കഅബാലയത്തിൽ പോയി ഹജ്ജ് പോയിട്ട് ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല. നീ ആദ്യം ഈ മനുഷ്യന്റെ കൈ പിടിച്ച് പൊരുത്തം ചോദിക്കുക. ഞാൻ പറഞ്ഞു പോയി, അള്ളാഹ് എനിക്ക് പുറത്തരട്ടെ. ആദ്യം ഇവിടെയാ പൊരുത്തം ചോദിക്കേണ്ടത്. ഏറ്റവും വലിയ പാപം അതാ. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം അതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. നമ്മുടെയൊക്കെ സ്വഭാവം, നമ്മുടെ ജീവിതം. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും നമുക്ക് സമയം കിട്ടൂല. അതിനു മുമ്പേ അസ്രായേൽ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് വാശിയും വൈരാഗ്യവും കളഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി തമ്മിലടിക്കേണ്ട സാഹചര്യം സമയമല്ലത്. എല്ലാവരും നല്ല മനസ്സോടുകൂടി പരസ്പരം പൊരുത്തം ചോദിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യാം. കരയാൻ പറ്റുന്നവര് കരച്ചില് വരുന്നില്ലേ, അഭിനയിക്കുക. കരയുന്നവരെ പോലെ അഭിനയിക്കുക. അങ്ങനെ അഭിനയിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? എന്നിവിടെ നിന്നുകൊണ്ട് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയുമ്പോ ഈ സദസ്സിലിരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് മരിച്ച നാളെ ഈ കാണുന്ന പള്ളിക്കുറ്റിയിലെ ഈ ഖബർസാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഈ പള്ളിക്കാട്ടി കിടക്കണ എല്ലാവർക്കും പെരുന്നാളാ. നാളെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന സർവ്വ ഖബറാളികൾക്കും ആഘോഷമാ. കാരണം നീ വരുന്നല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്ത ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കിയാൽ അവന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ, നീ പള്ളിപ്പറമ്പിലേക്ക് പോയാൽ ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ പോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, നിന്റെ അടുത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹ് പുറത്തു കൊടുക്കും. നീ അത് ചെയ്തില്ലെങ്കിലോ നിന്റെ മയ്യത്ത് ഇവിടത്തെ പള്ളിക്കാട്ടി കൊണ്ടുപോകുമ്പോ ഖബറാളികൾ നിന്നോട് ചോദിക്കും, എടാ നശിച്ചവനെ, എടാ സിറാജെ, എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോടാ, എനിക്ക് ഖബർ കുഴിച്ചത് നീ ആയിരുന്നല്ലോ, എന്റെ മയ്യത്ത് പൊതിഞ്ഞത് നീ ആയിരുന്നല്ലോ, നീ ഉണ്ടായിരുന്നല്ലോടാ എന്റെ മയ്യത്ത് ചുമക്കാൻ, എന്നെ ഖബറിൽ ഇറക്കി വെച്ചത് നീയല്ലേടാ. എന്ത് ചിന്തിക്കാത്ത? ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുടുസായുധം കണ്ടിട്ടുമുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ടോ മോനെ ഖബർ? ഇതുപോലെ ഇടുങ്ങിയ ഒരു വീട് നീ കണ്ടിട്ടുണ്ടോ? എടാ, എന്റെ മയ്യത്ത് ഇറക്കി വെച്ചത് നീയല്ലേടാ സിറാജ്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് മരിച്ചത് കാരണം തൗബ ചെയ്യാൻ പറ്റിയില്ല. നിനക്കല്ല ഇത്രയും അവസരം തന്നിട്ട് നീ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുകൂടെ രക്ഷപ്പെടുമായിരുന്നല്ലോടാ, ചെയ്തില്ലല്ലോടാ എന്ന് ഖബറാളികൾ പോലും നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി അള്ളാഹിന്റെ മുന്നിൽ ഇഖ്ലാസോടുകൂടി അവനവൻ ചെയ്ത പാപങ്ങളെ കുറിച്ച്